അതിന് എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ അനുസരിക്കേണ്ടത് എന്നെയാ. ഞാൻ പറയുന്നതെല്ലാം അതേപടി അനുസരിക്കണം. മനസ്സിലായോ? മനസ്സിലായി. നിന്നോട് വിശദമായിട്ട് എനിക്കൊന്ന് സംസാരിക്കണം. അതെ, ഇവിടെ വെച്ചല്ല, പുറത്ത് വെച്ച്. ഞാനേ സൗകര്യം പോലെ വന്ന് കണ്ടോളാം. നിന്റെ സൗകര്യത്തിനല്ല, എന്റെ സൗകര്യത്തിന്. ഇന്ന് പുറത്ത് വെച്ച് കാണണം നമ്മളെ. സ്ഥലമൊക്കെ ഞാൻ മെസ്സേജ് അയച്ചേക്കാം. അവിടെ വരണം നീ. വരാം, നരേന്ദ്രേട്ടൻ പറഞ്ഞാ മതി. അതിന് മാറ്റം വല്ലതും ഉണ്ടായ ഞാൻ പറയണ്ടല്ലോ. ആ രമ ചേച്ചി. നരേന്ദ്രേട്ടാ പ്ലീസ്, ഞാൻ വരാം. ഇപ്പൊ അവരെ വിളിക്കരുത്. വേറൊന്നും പറയാനല്ല, ഞാനേ ഇറങ്ങുന്നു പറയാന. വരട്ടെ. എന്നാ ഞാൻ അറിയട്ടെ ചേച്ചി. നീ പോയിട്ട് വാ. എന്താ കുട്ടിയുടെ പേര്? അനസൂയ. അനസൂയ, നല്ല പേര്. ഭദ്രേട്ടന്റെ മകളാ. പറയുന്നത് മുഖസ്തുതിയാണെന്ന് തോന്നരുത്. കൊച്ചിനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. വിവാഹപ്രായമൊക്കെ ആയോ? ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു. അവളുടെ സ്വഭാവം അതാ. നല്ല രസമുള്ള കുട്ടിയല്ലേ? കുറച്ചു നേരം ആയല്ലോ. എന്താ നോട്ടമുണ്ടോ? ഉണ്ടെങ്കിൽ പറയും, നമുക്ക് ആലോചിക്കാം. വളരെ ഈസിയാ. ഞാനൊരു സിദ്ധനെ കാണട്ടെ, എന്നിട്ട് തീരുമാനിക്കാം ആരോടൊപ്പം ജീവിക്കണമെന്ന്. ഇനി ഈശ്വരൻ എനിക്കായി കണ്ടുവച്ചിരിക്കുന്നത് അനസൂയാണോ അതോ വേറെ ആരെങ്കിലും ആണോ എന്നറിയില്ലല്ലോ. ശരി.